ഹിന്ദി മേരാ ദോസ്ത് എന്ന ചാനലിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച പാഠങ്ങളിലെ കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകളാണ്. ആ ഓരോ വാക്കുകളുടെ പടങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താണ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്? ഒരു പൂമൊട്ടല്ലേ? അപ്പോൾ പൂമൊട്ടിന് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? കലി. കലി എന്നാണ് ഹിന്ദിയിൽ പൂമുട്ടിന് പറയുന്നത്. അടുത്തത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് പൂമൊട്ടുകളല്ലേ? ഒന്നിലധികം പൂമൊട്ട്, അപ്പോൾ പൂമൊട്ടുകൾ. അപ്പോൾ പൂമൊട്ടിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? കലിയ. പൂമുട്ടിന് കലി, പൂമൊട്ടുകൾക്ക് കലിയ. അടുത്തത് സ്ക്രീനിൽ നോക്കിയേ, നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? പൂത്തടമല്ലേ കാണാൻ സാധിക്കുന്നത്? ധാരാളം പൂക്കള് അതിൻ്റെ ഇടയ്ക്കൂടെ തടമെടുത്തേക്കുന്നു, പൂത്തടം. അപ്പോൾ പൂത്തടത്തിന് ഹിന്ദിയിൽ പറയുന്നതാണ് ക്യാരി. എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ക്യാരി. അടുത്ത് നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? കാറ്റ്. അപ്പോൾ ഹവ എന്ന് വെച്ചാൽ എന്താണ്? കാറ്റെന്നാണ് അർത്ഥം. ഹവ എന്ന് വെച്ചാൽ കാറ്റ്. അടുത്തത് നിങ്ങൾ നോക്കിക്കേ, എന്താണ് കാണുന്നത്? ഒരു പക്ഷിയല്ലേ കാണുന്നത്? അപ്പോൾ പക്ഷിക്ക് പറയുന്നതാണ് ചിടിയ. പക്ഷേ വീണ്ടും നിങ്ങൾ നോക്കിക്കേ, ഒന്നിലധികം പക്ഷികൾ. അപ്പോൾ ഒന്നിലധികം പക്ഷികളാവുമ്പോൾ അതിന് പറയുന്നത് ചിടിയ, പക്ഷികൾ. ചിടിയ, പക്ഷി. ചിടിയാം. ചിടിയാം എന്ന് വെച്ചാൽ പക്ഷികൾ. ചിടിയ എന്ന് വെച്ചാൽ പക്ഷി, ചിടിയാം പക്ഷികൾ. അടുത്തത് നിങ്ങൾ സ്ക്രീനിൽ നോക്കി, എന്താണ് കാണുന്നത്? രാത്രിയല്ലേ കാണുന്നത്? അപ്പോൾ രാത്രിക്ക് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? രാത്. രാത്രി, മലയാളത്തിൽ രാത്രി, ഹിന്ദിയിൽ രാത്ത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഇനി സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്? ഒരു പട്ടിക്കുട്ടിയല്ലേ? പട്ടിക്കുട്ടിക്ക് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? പില്ല. എന്താണ് പറയുന്നത്? പില്ല. പില്ല എന്ന് വെച്ചാൽ പട്ടിക്കുട്ടി. അപ്പൊ വലിയ പട്ടിക്ക് എന്താണ് പറയുന്നത്? കുത്താന്ന് നമ്മൾ പറയും. പക്ഷേ കൊച്ചു പട്ടിക്കുട്ടിക്ക് നമ്മൾ പറയുന്നത് പില്ല. ഇനി വീണ്ടും നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കേ, ഇനി എന്താണ് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? ബിസ്ക്കറ്റ് അല്ലേ? ബിസ്ക്കറ്റിന്റെ ഇതല്ലേ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്? അപ്പൊ ബിസ്ക്കറ്റിന് ഹിന്ദിയിൽ പറയുന്നത് ബിസ്ക്കറ്റ് എന്നല്ല, ബിസ്കൂട്ട്. ബിസ്കൂട്ട്. എന്താണ് പറയുന്നത്? ബിസ്കൂട്ട്. അടുത്തത് നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ചായ അല്ലേ കാണാൻ സാധിക്കുന്നത്? ചായ. അപ്പോൾ ചായക്ക് ഹിന്ദിയിൽ ചായ എന്ന് തന്നെയാണ്. നമ്മൾ ചായ എന്ന് മലയാളത്തിൽ പറയും, ഹിന്ദിയിൽ ചായ. ചായ്. അടുത്തത് എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? കളിക്കുന്നത് കാണാൻ സാധിക്കുന്നു അല്ലേ? അപ്പോൾ കളിക്ക് എന്താണ് പറയുന്നത്? ഖേൽ അല്ലേ? അപ്പോൾ ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക. ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക. അടുത്തത് എന്താണ് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? ഫാൻ അല്ലേ കാണുന്നത്? അപ്പോൾ ഫാനിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? പങ്ഖ. പങ്ഖ. എന്താണ് ഫാനിന് പറയുന്നത്? പങ്ഖ. എൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ. പങ്ഖ. പങ്ഖ എന്ന് വെച്ചാൽ ഫാന്. അടുത്തത് എന്താണ് നിങ്ങൾക്ക് സാധിക്കുന്നത് കാണാൻ? ഒരു പുസ്തകമല്ലേ? അല്ലേ? ഒരു പുസ്തകമല്ലേ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്? അപ്പോൾ പുസ്തകത്തിന് ഹിന്ദിയിൽ പറയുന്നതാണ് കിതാബ്. എന്താണ് പറയുന്നത്? കിതാബ്. എൻ്റെ കൂട്ടത്തിൽ ഒന്ന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ. കിതാബ്. കിതാബ് മീൻസ് പുസ്തകം. അടുത്തത് എന്താണ് നിങ്ങൾ കാണുന്നത്? റൂവേ. എന്താണ് കാണുന്നത്? റൂവേ. റൂവേ എന്ന് വെച്ചാൽ രോമങ്ങൾ. നിങ്ങൾ പഠിച്ചില്ലേ പാഠത്തിൽ? പട്ടിക്കുട്ടിയെ കുറിച്ച് പഠിച്ചപ്പോൾ പട്ടിക്കുട്ടിയുടെ ദേഹത്ത് ധാരാളം രോമങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ റൂവേ എന്ന് വെച്ചാൽ രോമങ്ങൾ.
അടുത്തത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന എന്താ? കാലുകളല്ലേ കാണുന്നത്. അപ്പോൾ കാലുകൾക്ക് എന്താണ് പറയുന്നത്? ടാങ്കെ. എന്താണ് പറയുന്നത്? ടാങ്കെ. അപ്പോൾ കാലിന് പറയുന്നത് ടാങ്ക് എന്നും കാലുകൾ എന്നാവുമ്പോൾ ടാങ്കെ. അടുത്തത് നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? വാലല്ലേ കാണുന്നത്. വാലിന് എന്നാ പറയുന്നത്? പൂഞ്ച്. എന്താണ് പറയുന്നത്? പൂഞ്ച്. വാലിന് പറയുന്നതാണ് പൂഞ്ച്. പൂഞ്ച് മീൻസ് വാൽ. അടുത്തത് കാണുന്നത് എന്താണ്? കറുത്ത മീശയല്ലേ കാണുന്നത്. അപ്പോൾ കാലി മൂച്ച്. കറുത്ത മീശയ്ക്ക് പറയുന്നതാണ് ഹിന്ദിയിൽ കാലി മൂച്ച്. വീണ്ടും നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കേ. നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നു? താടിയല്ലേ കാണുന്നേ. അപ്പോൾ താടിക്ക് ഹിന്ദിയിൽ എന്താ പറയുന്നത്? വളരെ ഈസിയാണ്. താടിക്ക് പറയുന്നതാണ് ദാടി. എന്താണ് പറയുന്നത്? ദാടി. എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ, ദാടി. ദാടി മീൻസ് താടി. വീണ്ടും നിങ്ങൾ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിക്കേ. എന്താണ് കാണുന്നത്? ഒരു ഈച്ചയല്ലേ കാണുന്നത്. അപ്പോൾ ഈച്ചയ്ക്ക് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? മഖി. എന്താണ്? മഖി. എൻ്റെ കൂട്ടത്തിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ, മഖി. മഖി എന്ന് വെച്ചാൽ ഈച്ച. വീണ്ടും നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കേ. എന്ത് കാണുന്നു? കൈ അല്ലേ കാണുന്നത്. അപ്പോൾ കൈക്ക് എന്താണ് പറയുന്നത്? ഹാത്ത്. എന്താണ്? ഹാത്ത്. ഹാത്ത് എന്ന് വെച്ചാൽ കൈ. കൈക്ക് ഹിന്ദിയിൽ പറയുന്നതാണ് ഹാത്ത്. വീണ്ടും സ്ക്രീനിലേക്ക് നോക്കിക്കേ. എന്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു? ഒരു വീടല്ലേ കാണാൻ സാധിക്കുന്നേ. അപ്പോൾ വീടിന് എന്താണ് പറയുന്നത് ഹിന്ദിയിൽ? ഘർ. എന്താണ്? ഗർ അല്ല, ഘർ. ഒരു ഗായ്ക്ക് നമ്മൾ ഫോഴ്സ് കൊടുത്ത് പറയുന്നത് പോലെ ഘർ. ഒന്ന് പറഞ്ഞേ, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, റിപ്പീറ്റ് ചെയ്തേ. ഘർ. ഘർ എന്ന് വെച്ചാൽ വീട്. ഘർ എന്ന് വെച്ചാൽ വീട്. വീണ്ടും നിങ്ങൾ നോക്കിക്കേ സ്ക്രീനിലേക്ക്. എന്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു? നല്ലൊരു പട്ടിക്കുട്ടി ഉറങ്ങുന്നതല്ലേ കാണുന്നത്. അപ്പോൾ പട്ടിക്കുട്ടി ഉറങ്ങുന്നതിന് എന്താണ് ഹിന്ദി പറയുന്നത്? പില്ല സോത്താഹെ. പട്ടിക്കുട്ടി ഉറങ്ങുന്നതിന് പറയുന്നതാണ് പില്ല സോത്താഹെ. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ, പില്ല സോത്താഹെ എന്ന് വെച്ചാൽ പട്ടിക്കുട്ടി ഉറങ്ങുന്നു. വീണ്ടും നോക്കിക്കേ. നല്ല കൗതുകമുള്ള ഒരു പടമല്ലേ കാണുന്നത്. എന്താണ് കാണുന്നത്? പട്ടിക്കുട്ടി ആഹാരം കഴിക്കുന്നതല്ലേ നിങ്ങൾ കാണുന്നത്. ഭക്ഷണം കഴിക്കുന്നതല്ലേ കാണുന്നത്. അപ്പോൾ ആഹാരം കഴിക്കുന്നതിന് എന്താണ് പറയുന്നത്? പട്ടിക്കുട്ടി ആഹാരം കഴിക്കുന്നതിന് എന്താണ് ഹിന്ദി പറയുന്നത്? പില്ല ഖാത്താഹെ. ഒന്ന് പറഞ്ഞേ, പില്ല ഖാത്താഹെ. ആഹാരം കഴിക്കുന്നതിന് പറയുന്നതാണ് പില്ല ഖാത്താഹെ. വീണ്ടും നോക്കിക്കേ. അടുത്ത നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നു? പട്ടിക്കുട്ടി കളിക്കുന്നതല്ലേ കാണുന്നത്. അപ്പോൾ പട്ടിക്കുട്ടി കളിക്കുന്നതിന് ഹിന്ദിയിൽ എന്ത് പറയും? പില്ല ഖേൽത്താഹെ. എന്താണ് പറയുന്നത്? പില്ല ഖേൽത്താഹെ. അടുത്തത് നിങ്ങൾ നോക്കിക്കേ. മക്കൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? പട്ടിക്കുട്ടി ഓടുന്നതല്ലേ കാണുന്നത്. അപ്പോൾ പട്ടിക്കുട്ടി ഓടുന്നതിന് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? പില്ല ദൗഡ്താഹെ. എന്താണ്? പില്ല ദൗഡ്താഹെ. വീണ്ടും നിങ്ങൾ നോക്കിക്കേ. അടുത്തത് എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? പട്ടിക്കുട്ടി ഇരിക്കുകയല്ലേ. അപ്പോൾ ഇരിക്കുന്നതിന് എന്താണ് പറയുന്നത്? പില്ല ബൈഠ്താഹെ. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച 3 പാഠങ്ങളിൽ പ്രധാനപ്പെട്ട വാക്കുകളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിച്ചത്. ഒരു പക്ഷെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ വാക്കുകളുടെ പടം തരും. പടം തന്നിട്ട് ഈ വാക്കുകളും പലതും നിങ്ങൾക്ക് തരും. എന്നിട്ട് അതിൻ്റെ ആ പടത്തിൻ്റെ അവിടെ ആ വാക്കുകൾ കറക്റ്റ് കണ്ടുപിടിച്ച് എഴുതണം. അപ്പോൾ അത് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പടം എന്താണെന്ന് മലയാളത്തിൽ മനസ്സിലാകുകയും അതിൻ്റെ ഹിന്ദിയിൽ എന്താണ്
ആ പടങ്ങൾക്ക് പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ പരീക്ഷയ്ക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നല്ലവണ്ണം കാണുക. പലവട്ടം വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം? നിങ്ങൾ ഈ വീഡിയോ ആവർത്തിച്ച് കാണണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഇത് പഠിക്കും. വളരെ എളുപ്പത്തിലാണ് പഠിക്കാൻ സാധിക്കുന്നത്. കാരണം വലിയ പാടുള്ള ഒന്നും ഇതിനകത്ത് ഇല്ല. ഈ വീഡിയോ നിങ്ങൾ നല്ലവണ്ണം പലതവണ കാണുക.